ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചോദിക്കുന്ന ഒരു ടേമാണ് എന്താണ് പോറസ് വുഡ് ആൻഡ് നോൺ പോറസ് വുഡ്, അല്ലെങ്കിൽ എന്താണ് ഹാർഡ് വുഡ്, എന്താണ് സോഫ്റ്റ് വുഡ്. അപ്പോൾ ഹാർഡ് വുഡ് സോഫ്റ്റ് വുഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വുഡ് ഹാർഡായിട്ടുള്ള വുഡാണ് ഹാർഡ് വുഡ്, സോഫ്റ്റ് ആയിട്ടുള്ള വുഡാണ് സോഫ്റ്റ് വുഡ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമുക്ക് ആ ഒരു ടേം അറിയില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ആക്ച്വലി ഹാർഡായ വുഡല്ല എന്ത് ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ 2 മാർക്ക് എന്ന് പറഞ്ഞാൽ 2 മാർക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് 2 മാർക്കിൻ്റെ 12 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു പോർഷൻ നോക്കണം. ഓക്കെ, അപ്പോൾ ഡൈക്കോട്ടിൻ്റെ വുഡിൽ, അതായത് ഡൈക്കോട്ടിൽ എന്തുണ്ട്, ഡൈക്കോട്ട് അല്ലെങ്കിൽ ആൻജിയോസ്പേംസിൽ എന്തുണ്ട്, വെസൽസ് ഉണ്ട്. ഓക്കെ, ഡൈക്കോട്ടിൻ്റെ വുഡിൽ എന്തുണ്ട്, വെസൽസ് ഉണ്ട്. അതുകൊണ്ട് ആ വെസൽസ് ഒരു സ്മോൾ പോഴ്സ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, അപ്പിയർ ചെയ്യുന്നത്. അത് കാണാൻ, വെസലുകൾ കാണാൻ ഇങ്ങനെ കുഴി കുഴി പോലെയാണ് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പോഴ്സ് അല്ലെങ്കിൽ ആ വെസൽസ് ഉള്ള വുഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പോറസ് വുഡ് എന്ന്. ഓക്കെ, വെസൽ ഉള്ള വുഡിനെ പറയുന്ന പേരാണ് എന്ത്, പോറസ്. അതായത് ആ വെസൽ ഒരു ചെറിയ പോറ് പോലെയാണ് തോന്നിക്കുന്നത്, ഹോള് പോലെയാണ് തോന്നിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അതിനെ പോറസ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ പോഴ്സ് ഉള്ള അല്ലെങ്കിൽ ആ വെസലുള്ള വുഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, പോറസ് വുഡ്. പൊതുവേ നമ്മുടെ ആൻജിയോസ്പേമിന് എന്താണ്, പോറസ് വുഡായിരിക്കും ഉണ്ടാവുക. എന്നാൽ നമ്മൾ ജിംനോസ്പേമിൻ്റെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ എന്താണ്, നോൺ പോറസ് വുഡാണുള്ളത്. അതിലെന്തില്ല, വെസൽസ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. അപ്പോൾ വെസൽസ് ഇല്ലാത്ത വുഡിനെ പറയുന്ന പേരാണെന്ത്, നോൺ പോറസ് വുഡ്. പൊതുവേ നമ്മുടെ ജിംനോസ്പേമിൽ നോൺ പോറസ് വുഡാണ് കാണുന്നത്. അപ്പോൾ പോറസ് വുഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നോൺ പോറസ് വുഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും അതിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. സ്ട്രക്ചറും കമ്പോസിഷനൊക്കെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും. ഇനി നമ്മൾ നോൺ പോറസ് വുഡ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടെക്നിക്കലി പറയുന്ന ഒരു പേര് സോഫ്റ്റ് വുഡ് എന്നാണ്. സോഫ്റ്റ് വുഡ് ഇൻ ദ സെൻസ്, അത് സോഫ്റ്റ് ആയതുകൊണ്ടല്ല അതിനെ സോഫ്റ്റ് വുഡ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്, അതിന് വെസൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളതിനെ സോഫ്റ്റ് വുഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജിംനോസ്പേമിൻ്റെ വുഡിനെ ടെക്നിക്കലി വിളിക്കുന്ന പേരാണെന്ത്, സോഫ്റ്റ് വുഡ് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്, അവർക്ക് വെസൽസ് ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോഫ്റ്റ് വുഡ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ അത് സോഫ്റ്റ് ആയതുകൊണ്ടല്ല. ഓക്കെ, ഒരു 90 to 95% അത് ഉണ്ടായിരിക്കുന്നത് ട്രക്കീഡ്സും അതുപോലെ തന്നെ ഒരു 5 to 10% റേ സെൽസും വെച്ചിട്ടാണിത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വുഡ് എന്ന് പറയുന്നത് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രക്കീഡ്സ് എന്ന് പറയുന്നത് പൊതുവെ വാട്ടർ കണ്ടക്ഷന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം സൈലം എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ സൈലം ട്രക്കീഡ്സ് ഉണ്ട്, വെസൽസ് ഉണ്ട്. പൊതുവേ ജിംനോസ്പേമിന് ട്രക്കീഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, വെസൽസ് എന്തായിരിക്കും, അവരിൽ ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനത്തെ വുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ പോറസ് വുഡ് അല്ലെങ്കിൽ സോഫ്റ്റ് വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, റേ സെൽസ് പൊതുവെ ഓർഗാനിക് ഫുഡിൻ്റെ ട്രാൻസ്പോർട്ടിനും അതുപോലെ തന്നെ ഫുഡ് സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി നമ്മൾ ആൻജിയോസ്പേമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആൻജിയോസ്പേമിന് പോറസ് വുഡാണ് ഉള്ളത്. അവരുടെ വുഡിൽ വെസൽസ് അല്ലെങ്കിൽ പോഴ്സ് ഉണ്ട്. അതിനെ ടെക്നിക്കലി പറയുന്ന പേരെന്താണ്, ഹാർഡ് വുഡ് എന്നാണ്. ഇൻ ദ സെൻസ് അത് ഹാർഡ് ആയതുകൊണ്ടല്ല, അതിൽ വെസൽസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിനെ ഹാർഡ് വുഡ് എന്ന് വിളിക്കുന്നത്. അവരിൽ ഒരുപാട് വെസൽസ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, പാരങ്കൈമാസ് ഒക്കെ കാണുന്നുണ്ട്. അവരിൽ പൊതുവെ ട്രക്കീഡ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. വെസൽസ് ഉള്ളതുകൊണ്ട് തന്നെ ട്രക്കീഡ്സ് വളരെ കുറവായിരിക്കും, ഈവൻ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് വുഡ് ആൻഡ് ഹാർഡ് വുഡ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ സോഫ്റ്റ്നെസ്സിനെയോ ഹാർഡ്നെസ്സിനെയോ കാണിക്കുന്നതല്ല. വെസലുണ്ടോ വെസലില്ലേ എന്നുള്ളതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ അത് സോഫ്റ്റ് ആയതുകൊണ്ടോ ഹാർഡ് ആയതുകൊണ്ടോ അല്ല ആ ഒരു പേര് വന്നതെന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബോംബാക്സിൻ്റെ ഹാർഡ് വുഡ് എന്ന് പറയുന്നത് നമ്മുടെ പൈനസിൻ്റെയും സിഡ്രസിൻ്റെയും സോഫ്റ്റ് വുഡിനേക്കാളും സോഫ്റ്റാണ്, അല്ലെങ്കിൽ ഹാർഡ്നെസ് കുറവാണ്. അതായത് പൈനസിൻ്റെയും സിഡ്രസിൻ്റെയും സോഫ്റ്റ് വുഡ് ബോംബാക്സ് സിബിയൻ്റെ ഹാർഡ് വുഡിനേക്കാളും ഹാർഡാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹാർഡ് വുഡ് ശരിക്കും ഹാർഡായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ സോഫ്റ്റ് വുഡ് ആയിരിക്കും ആ ഒരു ഹാർഡ് വുഡിനേക്കാളും ഹാർഡായിട്ടുണ്ടാവുക.
നമ്മൾ ഈ സോഫ്റ്റ് വുഡ് ഹാർഡ് വുഡ് എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹാർഡ്നെസ്സിനെയോ സോഫ്റ്റ്നെസ്സിനെയോ അല്ല. വെസൽസ് ഉണ്ടോ വെസൽ ഇല്ലേ എന്നുള്ള ആ ഒരു കണ്ടസ്റ്റിൽ മാത്രമാണ് ആ ഒരു പേര് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൈനസിൻ്റെയും സിഡ്രസിൻ്റെയും സോഫ്റ്റ് വുഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോംബെക്സ് ഇബിയൻ്റെ ഹാർഡ് വുഡിനേക്കാളും ഹാർഡാണ്, ഒരുപാട് ഹാർഡാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത്. അപ്പം നിങ്ങൾക്ക് ഹാർഡ് വുഡ് എന്താ സോഫ്റ്റ് വുഡ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഹാർഡായിട്ടുള്ള വുഡാണ് ഹാർഡ് വുഡ് എന്നൊന്നും എഴുതി വെക്കരുത്. വെസലില്ലാത്ത ഇതാണ് എന്ത് സോഫ്റ്റ് വുഡ്, വെസലുള്ള വുഡാണ് എന്ത് ഹാർഡ് വുഡ്. അതുമാത്രം ഓർത്ത് വയ്ക്കാം. പിന്നെ അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത് പോറസ് വുഡ് ആൻഡ് നോൺ പോറസ് വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത് നോട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷനാണിത്. റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ടൈപ്പ് വുഡ് ചോദിക്കും. ഇപ്പോൾ ചിലപ്പം റിംഗ് പോറസ്, ഡിഫ്യൂസ്ഡ് പോറസ് അങ്ങനെയും ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹാർട്ട് വുഡ്, സാപ്പ് വുഡ് അങ്ങനെ ചോദിക്കാം. സ്പ്രിംഗ് വുഡ്, ഓട്ടം വുഡ്, അങ്ങനെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.